ഹായ് ഹലോ. ഈ ഒരു ബ്രൈഡിൻ്റെ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു വർക്കായിരുന്നു കേട്ടോ. നമ്മുടെ പേജ് കണ്ടിട്ട് അവർ ഓൺലൈൻ ത്രൂ ആയിട്ടാണ് ആദ്യം നമ്മളടുത്ത് ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും ഈ ഡ്രസ്സല്ല, ഈ ബ്രൈഡ് ഡ്രസ്സല്ല, ഇതിൻ്റെ മുന്നേ വേറൊരു ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ നമ്മളെ വീണ്ടും കോണ്ടാക്ട് ചെയ്തത്. ഞങ്ങൾക്കൊരു ബ്രൈഡ് ഡ്രസ്സും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ഡ്രസ്സ് ഓൺലൈൻ ത്രൂ ആയിട്ടും രണ്ടാമത് ചെയ്ത ഈ ഒരു ബ്രൈഡൽ ഡ്രസ്സ് ഓഫ്ലൈൻ ത്രൂ ആയിട്ടാണ് നമ്മളെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആളെ ഇഷ്ടമായി. എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ സിസ്റ്ററെ പോലാണ് എനിക്ക് അവളെയും തോന്നിയത്. കാരണം എനിക്കൊരു ക്യൂട്ട്, കാരണം നല്ലൊരു നമുക്ക് അങ്ങനെയാണല്ലോ ചില കസ്റ്റമർ നമുക്കൊന്നും കൂടെ അടുപ്പം തോന്നും. അങ്ങനെ ഒരു എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നി. എനിക്കൊരു സിസ്റ്ററെ പോലാണ് എനിക്ക് അവളെ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ ഡ്രസ്സ് കണ്ടിട്ട് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളത് റെഡിമെയ്ഡാണോ, നിങ്ങളെ മെറ്റീരിയൽസ് ഞങ്ങൾ കൊണ്ടുവന്ന് തരലാണോ, നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. അതേ, നമ്മളിത് സ്റ്റിച്ച് ചെയ്യലാണ്. അത് കസ്റ്റമറെ റിക്വയർമെൻറ്റ് പ്രകാരം നമ്മളിത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ. അല്ലാതെ നമ്മളടുത്തത് റെഡിമെയ്ഡ് സ്റ്റോക്കല്ല. എല്ലാവരും ചോദിക്കും റെഡിമെയ്ഡാണോ എന്നൊക്കെ ചോദിക്കും. നമ്മളടുത്ത് റെഡിമെയ്ഡ് സ്റ്റോക്കല്ല. നമ്മളത് കസ്റ്റമറെ ആവശ്യപ്രകാരം, ചോയ്സ് പ്രകാരം, ബഡ്ജറ്റ് പ്രകാരം നമ്മളത് ഹാൻഡ് വർക്കായിട്ടും അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കളറിൽ ഡൈ ചെയ്തിട്ടൊക്കെയാണ് നമ്മളത് മൊത്തം സെറ്റ് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളെ ബ്രൈഡ് നമ്മളടുത്തേക്ക് ഓഫ്ലൈനിൽ വന്നല്ലോ. അവർ ഷോപ്പാന്ന് കരുതിയിട്ടാണ് നമ്മളടുത്തേക്ക് വന്നത്. പക്ഷേ നമ്മളത് ഷോപ്പല്ല, ഷോപ്പാണെന്നും പറയാം. പക്ഷേ ഹോം ബോട്ടിക്കായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പം ഇതുപോലത്തെ കസ്റ്റമൈസേഷൻ ഔട്ട്ഫിറ്റിന് വേണ്ടി DM ചെയ്യുക. ഓക്കെ, ബൈ.